ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. 12th ഫെയിൽ വളരെ അപ്രതീക്ഷിതമായി ഒന്ന് രണ്ട് ആളുകൾ സജസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ആ സിനിമ കാണേണ്ടി വന്നത്. ഒരു ചെറിയ ഗ്രാമം, അവിടെ സത്യസന്ധതയ്ക്കും നേർമയ്ക്കും ഒന്നും ഒരു ഒരു വിലയില്ല. അതായത് ആ സർക്കാരിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ആളുകളെ ഉപയോഗിക്കുന്നു എന്ന് പറയാം. അത്രയും ചെറിയൊരു ഗ്രാമമാണ്, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അവിടെ നായകന്റെ അച്ഛൻ സത്യസന്ധമായിരുന്നതിന്റെ പേരിൽ, ഹൊണസ്റ്റ് ആയിട്ടിരുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജോലി വരെ നഷ്ടപ്പെടുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ സർക്കാരുമായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സ്വന്തം കുടുംബം തന്നെയാണ്. ഇത് കണ്ട് വളരുന്ന നായകൻ ഒരു കാര്യമില്ല എന്നാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു സ്കൂളേ ഉള്ളൂ, അത് മേയറുടെ സ്കൂളാണ്. ഈ സ്കൂളിൽ കാലങ്ങളായിട്ട് വിദ്യാർത്ഥികൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കാം, എന്തും ചെയ്യാം, എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നൊരു അവസ്ഥയാണ്. എല്ലാ ആളുകൾക്കും കോപ്പി അടിക്കാനുള്ള അവസരം കൊടുത്തിട്ട് പോലും 78% ആളുകൾ തോറ്റു എന്നാണ് പറഞ്ഞത്. അത്രയും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് +2 വരെ എത്തുന്നത്. ഇവിടെയാണ് നായകനും പഠിക്കുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം കോപ്പി കൊടുത്തിട്ടും തോറ്റുകൊണ്ട് ഇപ്രാവശ്യം ഒരു തീരുമാനം എടുത്തു. സാറ് വരും, ബോർഡിൽ ഉത്തരങ്ങൾ എഴുതും, അത് നോക്കി നേരെ പകർത്തുക, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്, A ഗ്രേഡ്, പാസ്. പക്ഷെ അന്ന് അവിടെ വരുന്നത് ഒരു DSP, വളരെ എന്താ പറയാ, ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് വരുന്നത്. പുള്ളിക്കാരൻ വരുന്നു, ഇത് തടയുന്നു, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പുള്ളിക്കാരൻ സ്ട്രോങ് ആണ്. മേയറാണെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരൻ ഒരു കൂസലും ഇല്ല. ആ സ്കൂൾ തന്നെ പൂട്ടിച്ചു. അവിടെ ആ വർഷം പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും തോറ്റു, നായകനും തോറ്റു. 12th ഫെയിൽ. പിന്നീട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടാവുകയും അന്ന് സഹായത്തിന് വേണ്ടി ഇതേ DSP കാണേണ്ടി വരികയും ചെയ്തു. അവിടെ ഒന്നും സത്യസന്ധത, ഹോണസ്റ്റി എന്നൊക്കെ പറയുന്ന വാക്കിന്റെ വില എന്താണെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഇനി ഒരു കാര്യത്തിലും ഒന്നിനും ചീറ്റ് ചെയ്യരുത്, സ്വയം നമ്മളെപ്പോലും ചീറ്റ് ചെയ്യരുത് എന്നുള്ള ഉപദേശം സ്വീകരിക്കുകയും അവിടുന്ന് അങ്ങോട്ടുള്ള മനോജ് എന്ന് പറയുന്ന ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ യാത്രയാണ് സിനിമ. ഒരു IPS ഓഫീസർ ആകുന്നത് വരെയുള്ള യാത്ര. അതിനിടയിൽ അദ്ദേഹത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന് കൊണ്ടെത്തിക്കുന്ന പല പ്രശ്നങ്ങൾ, പ്രണയം, എല്ലാം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കാണിച്ചു തന്നൊരു സിനിമയാണ് 12th ഫെയിൽ. കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണെന്ന് തന്നെ പറയാം. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് മോട്ടിവേഷണൽ സിനിമകളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന്റെ സംവിധായകൻ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. തിരക്കഥയാണെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ഇദ്ദേഹം ഒരു IPS ഓഫീസർ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് സിനിമയിൽ. അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് പറയുന്നത്. പക്ഷെ ആ കഥയിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഒരു സിനിമയായിട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, ഇതിലെ നായകന്റെ പെർഫോമൻസുകൾ, ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിലെ ഓരോ സീനും ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ബിൽഡ് ചെയ്തിരിക്കുന്ന വിധം, ആ നായകന്റെ ഒരു കഷ്ടപ്പാടിനെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നത്. ഇദ്ദേഹത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത്രയും വളരെ ചെറിയൊരു ഫാമിലി നിന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ്. സാധാരണക്കാരനൊന്നും പറയാൻ പറ്റില്ല, അത്രയും താഴ്ന്നൊരു കുടുംബത്തിൽ നിന്ന്, അത്രയും മോശം ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു നായകൻ. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്ദുൽ കലാം ലാമ്പിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നവരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു ബൾബെങ്കിലും ഉണ്ടല്ലോ എന്ന് പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗ്. കാരണം ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് 12th ഫെയിൽ. പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പെർഫോമൻസുകൾ ഉണ്ട്. ഇതിൽ നായികയായിട്ട് വരുന്ന കഥാപാത്രം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് വരുന്ന ഒരു കഥാപാത്രം, പിന്നെ അവിടെ ഗൗരി എന്നങ്ങാണ്ട് പേരുള്ള അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ആള്, പുള്ളിക്കാരന്റെ ഗൈഡൻസിലാണ് ഇദ്ദേഹം പോകുന്നത്. അതുപോലെ DSP ആയിട്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി, ഇവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ ഒരു ഗംഭീര പ്രകടനം എന്ന് തോന്നിയത് നായകൻ തന്നെയാണ്. അത് കൂടെ കട്ടക്ക് നിൽക്കാൻ പോലും മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അയാളുടെ ആ ഇമോഷൻസും അയാളുടെ ഫീലിങ്സും ഒരു ചെറിയ, ഇപ്പോ ഒരു ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സ് ഭാഗത്ത് റിസൾട്ട് നോക്കിയതിനു ശേഷം ഇയാളുടെ ഒരു എന്താ പറയാ, ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ആ കഴുത്തിൽ ഇവിടെയുള്ള നമ്മുടെ ആദം ചാപ്പിൾ വരെ ഇങ്ങനെ ആവുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതിന്റെ കുഴഞ്ഞൊരു വീലും ഒരു കരച്ചിലൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര
എന്താ പറയുക, കൺവിൻസിങ് ആയിരുന്നു. നമുക്കത് ആ ടൈമിൽ ആ ഒരു വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. നമുക്ക് കുറെ അലമുറയിട്ട് കൂവി അലറി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ സമയത്ത് അങ്ങനെ ആയിരിക്കും ആ റിയാക്ഷൻ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെറിയ തമാശകളാണെങ്കിലും ഒക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയം കൊണ്ട് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു വലിയ ലക്ഷ്യം വെച്ച് പോകുന്ന ആൾക്ക് ഇതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നിടത്ത് നേർ വിപരീതമായി അതുകൊണ്ട് ഉണ്ടാവുന്ന പോസിറ്റീവ്സിനെ ഭയങ്കര മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയും കാണിച്ചു തരുന്നുണ്ട് മറ്റൊരു കഥാപാത്രത്തിലൂടെ. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മനോഹരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ മ്യൂസിക് ഉണ്ടെങ്കിൽ പോലും കുറേ ഭാഗങ്ങളിൽ ഇപ്പോ എടുത്തു പറയുമെങ്കിൽ നമ്മുടെ കേരള സർക്കാരിന്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ പരസ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അതിന് ചെറിയൊരു ലൈറ്റ് വേരിയേഷൻ കൊടുത്തിട്ടുള്ള ഒരു തരം മ്യൂസിക്കുകൾ ഉണ്ട്. അങ്ങനത്തെ മ്യൂസിക് ഒക്കെ ഉണ്ട് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള മ്യൂസിക് ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലും സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ആ ഗ്രാമം അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നേരെ തിരിച്ച് ആ ഗ്രാമത്തിൽ നിന്ന് മാറി ഇദ്ദേഹം ഡൽഹിയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് ആ ട്യൂണിന് വ്യത്യാസം വരുന്നുണ്ട്. സോ ആ ഗ്രാമത്തിന്റെ അവസ്ഥ കാണിക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അവിടെ ആ ബീജിയം ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതൊക്കെ ഒരു ബ്രില്യൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. കാരണം ആ ബീജിയം കാരണം തന്നെ നമുക്ക് ആ ഒരു അത്രയും ശോകമായിട്ടുള്ളൊരു അവസ്ഥ അതൊക്കെ വ്യക്തമായിട്ട് ആ ബീജിയമിന് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഒരു വലിയ ബ്രില്യൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഒരു കിടിലൻ സിനിമയാണ്. കാണേണ്ടത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് ഈ IAS IPS പോലുള്ള പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ വേറെ എന്ത് ലക്ഷ്യം വെച്ച് കാണുന്ന ആണെങ്കിലും നിങ്ങൾക്ക് വലിയ മോട്ടിവേഷൻ ആണ് ഈ സിനിമ, ഇൻസ്പിറേഷൻ ആണ് ഈ സിനിമ. സോ അങ്ങനത്തെ ആളുകൾക്ക് തീർച്ചയായിട്ടും 100% അത് എൻജോയ് ചെയ്ത് അത്രയും ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വലിയ സിനിമ എന്ന് പറയുമ്പോൾ അത്രയും വലിയ ക്യാൻവാസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിനപ്പുറത്തേക്ക് സ്റ്റോറി കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടും വളരെ റിച്ച് ആയിട്ടുള്ള സിനിമയാണ്. സോ സിമ്പിൾ ആൻഡ് പവർഫുൾ, അതാണ് സത്യം പറഞ്ഞ കറക്റ്റ് വാക്ക്. സോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 9 out of 10 കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റേറ്റിംഗ് എന്താണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നൊക്കെ ഉള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ ഐ സ്ട്രോങ്ലി സജസ്റ്റ്, റെക്കമെൻഡ് ചെയ്യുന്നു, കണ്ടു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ